ഓ സമയം എന്തോരായി നോക്കിയേ പഠിച്ചോനെ. മക്കളെ എപ്പണിച്ചിട്ടാ കാലത്ത് ചായ കുടിക്കുക? രാത്രി ഫുള്ള് ഇരുന്ന് കളി കാണുക, പകല് കിടന്ന് ഫുള്ളായിട്ട് ഉറങ്ങുക. എന്താ കിട്ടണാവോ ഇവർക്കൊക്കെ? എന്തൊരു പോത്ത് കരയണ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഇവിടെ പോത്തൊന്നുമില്ലല്ലോ. ഇവിടെ നോക്കിക്കോട്ടെ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ കേൾക്കില്ലല്ലോ സൗണ്ട്. ഇവിടെ ഇരിക്കും പഠിച്ചോനെ. റൂമിൽ എന്ത് സൗണ്ട്? എന്നാലും പോറ്റില്ലേ? സങ്കടം. മോനെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേ? എന്താ പോത്ത് കരയണം സൗണ്ട് കേട്ടി? ഞാൻ അവിടെ ഗെയിൻഡർ ഓഫ് ആക്കിയിട്ട് സൗണ്ട് കേട്ട് പുറത്തൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക, റൂമിലൊക്കെ നോക്കുക. പിന്നെ നോക്കുമ്പോ റൂമിലാ കരച്ചില് കേൾക്കണേ. നീ എന്തിനാ കിടന്ന് കരയണേ? ഉമ്മ ഇത് കണ്ടമ്മ, ഇന്നലെ എന്റെ മാച്ചിൽ എന്റെ ടീം തോറ്റു. എത്ര ഇഷ്ടപ്പെട്ടാന്നറിയോ ഈ ബ്രസീൽ ടീം? ഞാനൊക്കെയാണ് ആ ഫ്ലെക്സ് അവിടെ വെച്ചത്, ആ സെൻട്രലിൽ പോയിട്ട്. ടീം തോറ്റു, പുറത്തായി. എന്റെ റബ്ബേ, എന്ത് ടീം പൊട്ടിന്ന് പറഞ്ഞിട്ടാ നീ കരയണേ? എന്താ നീ കേക്കണ്? മോനിക്ക് എന്താ പറ്റി? അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മോൻ എന്തിനാ കരയണേ? ജയിച്ചാ അവര് ജയിക്കും, തോറ്റവര് തോൽക്കും. അതിന് നീ ഇങ്ങനെ കിടന്ന് കരയാ? ഉമ്മാന്റെ അടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളെയൊക്കെ എത്ര സ്നേഹിക്കണമെന്നറിയോ ഈ ബ്രസീൽ ടീമിനെയും നെയ്മറിനെയൊക്കെ. ഉമ്മാക്ക് എന്താ അറിയാ? ആ എത്ര പൈസ എന്നറിയോ അവരെ വലിയൊരു കട്ടൗട്ട് വെക്കാൻ വേണ്ടിട്ട് പൈസ ഒക്കെ ചെലവാക്കിയത്. എന്റെ ടീം പുറത്തായില്ല, ഇനി എനിക്ക് തല പുറത്തേക്ക് ഇറക്കാൻ പറ്റുമോ? കളിയാക്കി കൊല്ലൂലേ? ആ ഷെമീർ അറിഞ്ഞാ പിന്നെ അത് മതി. എന്തിട്ട് മോനെ നീ പറയണേ? എന്ത് നെയ്മീറ? എന്ത് പിന്നെന്താ പറയണേ? ബ്രസീലാ? അതൊക്കെ എന്തിട്ട് തൊള്ളയില് വരാത്ത പേരുകളൊക്കെ വെച്ചിട്ട് മോനെ അത് പൊട്ടിന്ന് പറഞ്ഞിട്ട് നീ ഇരുന്ന് കരയണല്ലോ മുത്തേ. കളിച്ച് ജയിച്ചവര് ജയിച്ചോട്ടെ. നീയേ ഇതൊന്നും കണ്ടിട്ട് ഇതാകാണ്ട് കരഞ്ഞ് ഇതാക്കാണ്ടേ വല്ല ചായ കുടി കഴിഞ്ഞിട്ട് വല്ല പണിക്ക് പോവാൻ നോക്ക്. ഇത് കണ്ട് കരഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. പണിയെടുത്താൽ തന്നെ ഇതുള്ളൂ. പ്രസ് എന്തിട്ട് എന്ത് വെച്ച് പ്രസ്സാ? എന്തിട്ട മോനെ, നിങ്ങൊന്നും വേറെ പണിയൊന്നുമില്ലേ? അത് കളിച്ച് ജയിച്ചോട്ടാ. നീ എണിച്ചവിടുന്ന്. എന്റെ സങ്കടം ഞാൻ ആരത്ത് പറയാ? നീ ആരടുത്തും പറയണ്ട. ഉമ്മ, ഞാൻ ഒരുപാട് പൈസ ചെലവാക്കി. എന്റെ കൂട്ടുകാരന്മാരൊക്കെ ബ്രസീല്, ഒരു കൂട്ടുകാരന്മാര് ഒരു ലോഡ് പേര് പോർച്ചുഗല്. എനിക്ക് കേൾക്കുമ്പോ ചിറി വരിക. ചിരിക്കാൻ കരയാ മോനെ. സങ്കടത്തോടെ പറയുമ്പോ ഉമ്മ ചിരിക്കുക അല്ലേ? അതെ, ഷെമീർ പോർച്ചുഗലാണ്. അവൻ ഇതറിഞ്ഞ എന്നെ കളിയാക്കാൻ നിക്കും. ഞങ്ങള് തന്നെ മത്സരത്തിന്റെ ഇടയിൽ എന്തൊക്കെ പറഞ്ഞാന്നറിയോ ഉമ്മക്ക്? ഷോ, എങ്ങനെയൊന്ന് പുറത്തിറങ്ങ, കളിന്ന് പുറത്തായിമാ. അയ്യേ, നാണക്കേട്. ഇതൊരു ഫുട്ബോൾ കളി വന്നാ എന്തൊട്ട് കളി? ഫുട്ബോൾ കളിയാ. ആ കളി വന്നണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഉറക്കമില്ല. അവര് കളിച്ചിട്ടേ കോടിക്കണക്കിന് മേടിച്ചിട്ട് അവരുടെ കുടുംബത്തേക്കാ പോവുക. അല്ലാണ്ട് നിങ്ങൾക്കൊന്നും അല്ല. നിങ്ങൾ ഈ ഉറക്കം വെച്ചിട്ട് ഇരുന്ന് കാണുന്നത് തന്നെ മിച്ചം. നമ്മള് പണിയെടുത്താൽ തന്നെ നമുക്കുള്ളൂ മക്കളെ. എനിക്ക് പല്ലേച്ച് മോൻ കഴിയിട്ട് വന്നിട്ട് ഇരുന്ന് കരയണോ? ഞാൻ പേടിച്ചു. എന്റെ വിഷമം എനിക്കറിയാലോ, ഇതൊക്കെ ഒരു സ്പിരിറ്റാ. പിന്നെ ഫിലിറ്റ് നീ വന്നേങ്ങണ്ട്. പൊട്ടിയില്ലേ ബ്രസീൽ ടീം പൊട്ടിയില്ലേ? നിന്റെ പ്രശ്നം നാണം കെട്ട കളിയാണ്. അവനല്ലാണ്ട് വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്, കരഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിപ്പൊ ഇതും കൂടി പറയാ അവന്റെ മുന്നിൽ പോയിട്ട്. പൊട്ടിയില്ലേ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുഴപ്പം മക്കളെ? വേറെ പണിയൊന്നുമില്ലേ? അവൻ കരഞ്ഞോണ്ടിരിക്കണേ അരിക്കുമ്പളേ ഒരു പോത്തിന് കരച്ചില് പോലെ. എന്നിട്ട് അവിടെ ഒക്കെ നോക്കിട്ട് ലാസ്റ്റ് റൂമിലേക്ക് പോകുമ്പോ നിന്ന് കരയണെന്ന്. ഉമ്മക്ക് ഒരു കാര്യം അറിയാം. ഇവിടെ ചിലവരൊക്കെ ബ്രസീലിനെ തലേ കയറ്റി വെച്ചിട്ട് എന്തൊക്കെ ആഘോഷമായിരുന്നു. വലിയ വലിയ കട്ടൗട്ട് അടിക്കല്, മറ്റേ കിട്ടല്. ഇപ്പൊ എന്തായി? നാണം കെട്ടിട്ട് പാറിപ്പോയി. അതെ, നീ ഒരുപാട് കളിയാക്കൊന്നും വേണ്ട. നിന്റെ ടീം തോറ്റിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഓ വേണ്ട വേണ്ട. അതെ, ചിലവര് ജയിക്കും, ചിലവര് തോൽക്കും. അത് തോൽവിയും ജയവും ഒക്കെ ഉള്ളതാണ്. അത് നീ അവനെ കളിയാക്കൊന്നും വേണ്ട കേട്ടാ. എൻ്റെ ടീം തോറ്റിട്ടുണ്ടെങ്കിൽ നിൽക്കുക അതുപോലെ തന്നെ കളിയാക്കൂല. ഓ പൊട്ടിയില്ലേ പറഞ്ഞിട്ട് അത് കളിയാക്കണം.
അതെ, ഉമ്മാക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചിലവരൊക്കെ വലിയ വലിയ വീരവാദം ഇറക്കിയിരുന്ന മലപ്പുറം കത്തി അമ്പും വില്ലും. ഇപ്പൊ എവിടെ ആ വീരവാദം ഇറക്കിയ ആളുകൾ കാണുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഏതാ ടീം? അവനെന്താ ബ്രസീലാ എന്തോ പറഞ്ഞേ? നീ ഏതാ ടീം? ഇനിയിപ്പോ നിന്റെ പൊട്ടി നീയും ഇതുപോലെ ഇരുന്ന് കരയോ? ഒക്കെ ഓരോ മൂലയിൽ ഇരുന്ന് കരയേ, പെണ്ണുങ്ങൾ കരയണ പോലെ. അത് ഒരെണ്ണം അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇനിയിപ്പോ നീയിപ്പോ അയ്യോ പൊട്ടിയില്ലേ, ഇനി നിന്റെ പൊട്ടിയോ നീ കരയില്ലേ? പൊട്ടേ ഞങ്ങളാ? ഞങ്ങളൊക്കെ പൊട്ടണെങ്കിലേ ഞങ്ങളൊക്കെ ആരുടെ ഫാൻസ് അറിയുമ്പോ ഞങ്ങളൊക്കെ റൊണാൾഡോയുടെ ഫാൻസാ. റൊണാൾഡോയുടെ ഈ പ്രാവശ്യം കപ്പേ ഞങ്ങള് തൂക്കി. അതൊക്കെ ചിലര് കേക്കട്ടെ. നീ അങ്ങനെ നോക്കണ്ട. പിള്ളേരെ ഓരോ കളി റൊണാണ അതിനെന്തിട്ടാ ബ്രസീലാ. അതെ, നീ വലിയ വർത്താനൊന്നും പറയണ്ട. ബ്രസീൽ തോറ്റെന്ന് വെച്ചാലേ ഞങ്ങൾ പൊരുതിയിട്ടാ തോറ്റത്, അല്ലാണ്ട് നിങ്ങളുടെ പോലെ നാണം കിട്ട് തോക്കാൻ പോണില്ല. നീ കണ്ടോ, നിന്റെ ടീമിന് പൊട്ടും. നീ ഞൊട്ടും. അതെ, ഇത് നിന്റെ ഊള ബ്രസീൽ ടീം അല്ലത്. ഇത് കളി വേറെ മോനെ. ഇത് പോർച്ചുഗല് റൊണാൾഡോ എന്നൊക്കെ വരപ്പിക്കും. നിനക്കുള്ള പണി ഞാൻ തരാടാ. എന്റെ ടീം തോറ്റു എന്നിട്ട് എന്താ നിന്റെ സന്തോഷല്ലേ? എത്ര വലിയ ഫ്ലെക്സ് എന്നറിയോ മഞ്ഞാ സെന്ററിൽ കയറ്റിയത്. നാണം കിട്ടു പോയില്ലേ. ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയട്ടാ. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ പറയും, ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അതെ, നാണം കെട്ട തോൽവിയല്ലേ, ഇതല്ല ഇതിനപ്പുറം ഉണ്ടാവും. ഒന്നും മിണ്ടാണ്ടിരിക്കടാ നീ. എന്നാലും ഇങ്ങനൊക്കെ നാണം കെട്ട് തോൽക്കോ? യോ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാണ്. നീ ആ ഫ്ലെക്സ് ഇല്ലേ, ആ വലുത്, അത് നിന്റെ വീട്ടിലെ കോഴിക്കോട് അടിക്കാൻ വേണമെന്ന് പറഞ്ഞില്ല, നീ എടുത്തോ. ആ ചെറുത് എനിക്ക് വേണോടാ, ബാക്കിൽ നിന്ന് മറക്കാനുണ്ടേ ട്ടാ. ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാ. നീ വിളിക്കണ്ട, ഞാൻ നിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കാം ട്ടാ. ശരി. നല്ല സിനിമയൊന്നുമില്ലേ? ഇത് സിനിമ കാണല്ലോ നല്ലത്. ഓ, നല്ല സിനിമ ഒന്നല്ലോ. അച്ഛനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഓ, നമ്മളെ ആയുധങ്ങളൊക്കെ അവിടെ, ആ മന്ത്രവാദ പടിയൊക്കെ അവിടെ പോയി നോക്കട്ടെ. മോനെ, അച്ഛൻ പറഞ്ഞിട്ട് കയറ്റി വിട്ടായിട്ടാ. മോനെ, കടത്തി വിട്ടോളൂ. സ്വാമി. ആ മോനെ, എന്താ വരവന്റെ ഉദ്ദേശം? നാളെ ഇച്ചിരി പെശകട്ടോ, അശ്വതി നാളല്ലേ. എന്താണ് വരവന്റെ ഉദ്ദേശം എന്ന് പറയാ? കുറച്ച് കഷ്ടകാലൊക്കെ കാണുന്നുണ്ട്. ആ സ്വാമി, ഇപ്പൊ കുറച്ചായിട്ടേ ഭയങ്കര കഷ്ടത്തിലാ. ഈ വേൾഡ് കപ്പൊക്കെ വന്നത് കാരണാ, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വേൾഡ് കപ്പാ? അതെന്ത് കപ്പാ മോനത്? വേൾഡ് കപ്പ് അതൊരു കപ്പൊന്നും അല്ല സ്വാമി, ഇപ്പത്തെ ഫുട്ബോൾ കളിയാണ്. അതിൽ എൻ്റെ ടീം തോറ്റു സ്വാമി. ഞാൻ അതിന്റെ ദുഃഖത്തിലാ. അതാ സ്വാമിനൊന്ന് കാണാൻ വന്നത്. ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. മോൻ്റെ ടീം തോറ്റൂലേ? ആ, അതിനൊരു പരിഹാരമുണ്ട് മോനെ. നമുക്കൊരു ഹോമം വെച്ചിട്ട് കുറച്ച് പൈസ ചിലവാകും. ഒക്കെ റെഡിയാക്കാം, നമുക്ക് ഒക്കെ റെഡിയാക്കി തരാം. ഇത് ജയിപ്പിക്കാനുള്ള അടവൊക്കെ നമ്മുടെ ഈ മന്ത്രവാദത്തിൽ കൂടെ നടത്തും. ഷോ, അതല്ല സ്വാമി, എൻ്റെ ടീമിന് ഇനി കളിപ്പിക്കാനും പറ്റില്ല. നിങ്ങൾ എന്ത് മന്ത്രവാദം കാണിച്ചാലും ജയിപ്പിക്കാനും പറ്റില്ല. അവര് പുറത്തായി സ്വാമി. ഞാൻ അതിനൊന്നും വന്നതല്ല. ഞാൻ കുറച്ച് പൈസയൊക്കെ സ്വാമിക്ക് തരാം. വേറൊരു ടീമിനെ ഇതേപോലെ കളിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ സ്വാമിയെ? ഓ, ആ, മോനക്ക് ഇപ്പം എന്താ വേണ്ടത്? മോൻ പറയണ ആ ടീം തോൽക്കണം, അതല്ലേ വേണ്ടത്? ഇതൊക്കെ ഞാൻ ഏറ്റു. ഒരു പരിഹാരമുണ്ട്. നമുക്ക് അതിനൊരു ഹോമം ചെയ്താൽ അത് വേണ്ടതുപോലെ നടന്നോളും. മോന് കുറച്ച് പൈസ ചിലവുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഹോമം മാത്രമല്ല, അതിലും കൂടുതലുള്ള ശക്തിയുള്ള സാധനമുണ്ട്. ഞാൻ മുട്ടയിൽ അതിൽ മന്ത്രം ചൊല്ലി ഒരു കൂടോത്രം പോലെ ചെയ്തു തരാം. ഞാൻ ഇപ്പം തന്നെ ചെയ്തു തരാം. മോനത് കൊണ്ടുപോയിട്ട് എനിക്ക് ആരോ തോൽക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ അവിടെ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി. ഇതിനെല്ലാത്തിലും ഈ സാധനം പരിഹാരമാവും. ആ സ്വാമി, സ്വാമി എങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ മുട്ടയിലോ എന്തേലുമൊക്കെ ചെയ്തിട്ട് താ സ്വാമി. ആ ടീം പണ്ടാറടങ്ങി തോറ്റു പോട്ടെ. എൻ്റെ ടീം തോറ്റപ്പോഴേ ഒരുപാട് കളിയാക്കിയതാ.
സ്വാമി എന്തേലൊക്കെ ചെയ്ത് അതിൽ കൂടോത്രം ചെയ്ത് കാട്ട് തായോ. ആരും കാണാതെ കൊണ്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം. ഉം. പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് വെക്കണം. ആരും കാണരുത്. ഞാൻ തന്നത് കൂടോത്രമാണത്. ആരും കാണാതെ വേണം ഇത് കൊണ്ടുപോകാൻ. ഉം. ആരും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫലം പോയി. ആരും കാണില്ല സ്വാമി. അപ്പം അത് പറഞ്ഞ പോലെ ചെയ്യുക. ശരി സ്വാമി, ഇനി ഞാൻ ആരും കാണാണ്ട് തന്നെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് കുഴിച്ചിട്ടോളാം. ഞാൻ പറഞ്ഞ ടീം തോൽക്കുമല്ലോ അല്ലേ? 100% തോറ്റിരിക്കും. ഫുൾ ഗ്യാരണ്ടി. എന്നാ ശരി സ്വാമി, പോട്ടെ. അല്ല സ്വാമി, ഇപ്പോ പൈസ എത്രയായി സ്വാമി? ഞാൻ പൈസ ചോദിച്ച് മേടിക്കാറില്ല ആരുടെ അടുത്തും. എന്നാലും അവിടെ വെച്ചിട്ട് പൊക്കോളൂ. ഒരു 5000 രൂപ. 10 രൂപേൻ്റെ മുട്ടയ്ക്ക് 5000 രൂപയാ? സ്വാമി, എൻ്റെ അടുത്ത് അത്രയൊന്നും ഇല്ല. ഒരു 1000 രൂപയേ ഉള്ളൂ. അത് ഞാൻ അങ്ങോട്ട് തരാം. ഞാൻ ആ കാശ് കൈ കൊണ്ട് തൊടാറില്ല. പോകുമ്പോൾ എൻ്റെ മോൻ്റെ കൊടുത്തിട്ട് പൊക്കോളൂ. ശരി സ്വാമി. ഏയ് ഏറ്റ ഈ 1000 രൂപയ്ക്ക് എത്ര വേഷം കിട്ടിയത്? 5000 രൂപയുടെ വേഷം. ഓഹ്, എവിടെ നിന്നാ വരുന്നേ? മനുഷ്യന് സമാധാനത്തിൽ ഇരിക്കാനേ പറ്റാതെ. സ്വാമി ഭദ്രമായിട്ട് സൂക്ഷിക്കാനാ പറഞ്ഞേ. അയ്യേ, കണ്ടുമില്ലേ. ഇനിയിപ്പോൾ ഇന്ന് കുഴിച്ചിടണ്ട, നാളെ രാവിലെ കുഴിച്ചിടണം. വയ്യ മനുഷ്യനെ, കിടന്നുറങ്ങട്ടെ. ഭദ്രമായിട്ട് എടുത്ത് വെക്കാം. ഇതിനുള്ളിലാക്കി പൊട്ടണ്ട. അയ്യോ.